ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അപ്പം ഇന്ന് 4 മണിയാകുമ്പോൾ നീച്ചിക്കണ്. അപ്പം മുഹറത്തത്തെ നോൽമ്പ് നോൽക്കാൻ വേണ്ടി നീച്ചതാണ്. അപ്പം 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞാണ്ട് ഞാൻ കിച്ചണിലെത്തിയേ. അപ്പം അത്താഴത്തിന് ഞാൻ സ്മൂത്തി ആട്ടാ കഴിക്കണത്. അപ്പം മുഹറം 1 മുതൽ 10 വരെ നോൽമ്പ് നോൽക്കണം എന്നെൻ്റെ മനസ്സിലൊരു നിയ്യത്തുണ്ട്. അപ്പം പടച്ചോന് ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ ഇൻഷാ അല്ലാഹ് ഫുള്ള് നോൽമ്പ് നോൽക്കാൻ വിധി കൂട്ടട്ടെ. അപ്പോൾ സ്മൂത്തി കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഇപ്പോൾ 6 മണിക്കാണ് കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിൽ തന്നെ എത്തി. എനിക്ക് ഒരു 50 പത്തിരിക്ക് ഓർഡർ ഉണ്ട്. ഒരു 10 മണിയാകുമ്പം കൊടുക്കാനുള്ളതാണ്. അപ്പം മക്കളൊക്കെ നീച്ചുമ്പോഴത്തേനെ പെട്ടെന്ന് പത്തിരിപ്പണി കഴിച്ച് വെച്ചാൽ കൊണ്ടുപോകാനാകുമ്പോഴത്തേന് ചുട്ടാൽ മതിയല്ലോ. അങ്ങനെ പത്തിരി വാട്ടുന്നതും പരത്തുന്നതും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ വീഡിയോസിൽ കാണിച്ചതാണല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ കാസറോളിലാക്കിങ്ങാണ്ട് അത് അടച്ച് വെക്കട്ടെ. നല്ലോണം വാടും വേണം, നല്ലോണം കുഴയും വേണം പത്തിരി ഉഷാറായി കിട്ടാൻ. ഇപ്പോൾ കണ്ട പത്തിരി എന്ത് കാട്ടിയാലും അത് മുറിയേ ഒന്നും ഉണ്ടാവില്ല. അതിപ്പോൾ ഇനി എത്ര ദിവസം കഴിഞ്ഞാലും ഈ കുഴച്ചിൽ പത്തിരിക്ക് ഉണ്ടാവും. നമ്മളുണ്ടല്ലോ ഈ പത്തിരിക്ക് പൊടി വാട്ടി വെച്ചാൽ ഒരു 10 മിനിറ്റ് അത് അടച്ച് വെക്കണം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കുഴച്ചെടുക്കാൻ. അങ്ങനെ പത്തിരി ഒരു കാസറോളിലാക്കിങ്ങാണ്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്കൊരു കൊണ്ടുവരാൻ വരാൻ നേരത്തെ ചുട്ടെടുക്കാം. നമുക്കിനി ചായയും കടിയും കറിയും ഒക്കെ ഉണ്ടാക്കണമല്ലോ. എനിക്ക് മാത്രമല്ലേ നോമ്പുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നോമ്പില്ലാത്തവരല്ലേ. അപ്പം ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണ്. വെളിച്ചെണ്ണ ചൂടായപ്പോഴേ ചെറിയുള്ളി അരിഞ്ഞതിട്ടുങ്ങാണ്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ ഓട്ടട ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. എന്നാൽ തീയും മുട്ടിയിട്ടില്ല. എന്താ കറി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, മുട്ടക്കറിയാണ് കേട്ടോ. ഈ രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നമ്മളൊരു മുട്ടക്കറി കാണിച്ചതാണ്, അത് പുഴുങ്ങിങ്ങാണ്ടാണ്. അങ്ങനെയല്ല ഈ കറി. അങ്ങനെ ചീരുള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വന്നപ്പം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുത്ത്. അങ്ങനെ വെളുത്തുള്ളിയും വാടി വരുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇല ഇട്ടുങ്ങാണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കുക. അത് നല്ലോണം വഴണ്ടി വരട്ടെ. അപ്പോൾ ഇതിന് നമുക്കിത് കരപ്പൊക്കെ ശരിയാക്കണം. അപ്പം മിക്സിൻ്റെ ജാറൊക്കെ എടുത്തുങ്ങാണ്ട് നമുക്കതിലേക്ക് തേങ്ങ ഇട്ടെടുക്കാം. പിന്നെ ഒരു സവാളിൻ്റെ പകുതി, പിന്നെ ഒരു സ്പൂൺ, ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി ഞാനൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊരു 3/4 ടീസ്പൂൺ അതും ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതും ഇട്ട് കൊടുക്കുക. നമുക്കിതൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം നല്ല പേസ്റ്റ് ആക്കിങ്ങാണ്ട് അരച്ചെടുക്കുക. എൻ്റെ ഇടയിൽ ഓട്ടട ഇങ്ങനെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, കരിഞ്ഞു പോവുകയോ ഒന്ന് കണ്ണ് തെറ്റിയാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഓട്ടടയൊക്കെ സെറ്റായി കൊണ്ട് വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഗ്യാസുമ്മ ചുട്ടാലും ഉഷാറായി കണ്ട് തന്നെ കിട്ടിയിരിക്കണം. അപ്പം നമ്മളെ ഈ തക്കാളി വാട്ടിയേക്ക് ഈ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര കറി വേണമെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുത്തങ്ങാണ്ട് തിളപ്പിക്കാൻ വെക്കുക. അത് ഞാൻ അപ്പുറത്തെ ഗ്യാസൊക്കെ അത് മാറ്റി വെച്ചു. പിന്നെ ഇപ്പുറത്തെ ഗ്യാസിൽ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചങ്ങാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങാണ്ട് ഒരു 3 മുട്ട കുത്തി ഒഴിച്ച് കൊടുത്തേക്കണേ. ഈ മുട്ട എപ്പോഴും നമ്മളിങ്ങനെ പൊട്ടിച്ച് ചട്ടിക്ക് തന്നെ നേരിട്ട് കുത്തി ഒഴിക്കുമ്പോൾ അതൊന്നില്ലെങ്കിൽ തുടച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കഴുകണം കേട്ടോ. ഈ മുട്ടമ്മ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവലുണ്ട്. അപ്പോൾ നല്ലോണം ചിക്കി എടുക്കുക. നമുക്ക് പുഴുങ്ങിയ കറിയാണെങ്കിലേ മക്കൾക്കൊക്കെ മുറിച്ചങ്ങാണ്ട് കറിയിലിടാൻ പറ്റില്ല, ഓരോന്ന് കൊടുക്കണം. അപ്പോൾ കുറച്ചധികം മുട്ട തന്നെ വേണം. ഇത് ചിക്കിയിട്ട് കൊടുത്താൽ 1-2 മുട്ട ഉണ്ടെങ്കിൽ സംഭവം സെറ്റായി. ഇനി നമുക്ക് ഈ ചിക്കിയെടുത്ത മുട്ട കറിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം മുട്ട ചിക്കിയെടുത്ത മുട്ടക്കറി സെറ്റായി. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പണിയൊന്നുമില്ല. ഇനി തൂമിച്ച് വയ്ക്കണമെങ്കിൽ തൂമിച്ച് വയ്ക്കാം. ഞാൻ ആദ്യം തന്നെ തൂമിച്ച് വെച്ചതായതുകൊണ്ട് പിന്നെ തൂമിച്ചിട്ടില്ല. കുറച്ച് പച്ചക്കറി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത്. ഇനിയിപ്പം മിഥുവിന് മദ്രസക്ക് പോകാനായിക്കണം. ഒരാൾ 6 മണിക്ക് പോയിക്കണം കേട്ടോ. അപ്പോൾ അവന് ഇനി ചായയും കടിയൊക്കെ കൊടുക്കട്ടെ. അവന് ഓരോരോ തോന്നല, ചിലപ്പം ചായയും കടിയും കുടിച്ചിട്ട് പോകും, അല്ലെങ്കിൽ വെറും കാലിച്ചായ കുടിച്ചു പോകും. പിന്നെ ഏതായാലും ഒരു ഓട്ടടയും കറിയൊക്കെ എടുത്ത് കഴിച്ച് പോയിക്കണം. അങ്ങനെ അവൻ്റെ ചാടിയൊക്കെ കഴിഞ്ഞോൻ പോയി. അപ്പം എൻ്റെ കാക്ക അപ്പുറത്തുനിന്ന് വിളിക്കണം, പോയോക്കട്ടെ. ഞാൻ കണ്ടോ നമ്മുടെ റംബുട്ടാനൊക്കെ പഴുത്തു. അപ്പം എന്നെ വിളിച്ച ഇതാണ്, ഈ റംബുട്ടാനൊക്കെ പഴുത്തിട്ട് കിളികളൊക്കെ കൊത്തി താഴത്തേക്ക് ഇട്ടിക്കണ്. അപ്പം അതൊക്കെ പറിച്ചെടുക്കാൻ നമുക്ക് ഒരു ബക്കറ്റ് കൊണ്ടുപോകട്ടോ എന്നൊക്കെ പറയാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. മൂപ്പരവിടെ തന്നെ പറിച്ചങ്ങാണ്ട് ഒന്ന് തിന്നു നോക്കി. അപ്പം എന്നോട് നല്ല മധുരം ഉണ്ട്, ഏതായാലും പഴുക്കാൻ നിൽക്കണില്ല, കിളികളൊക്കെ കൊണ്ടുപോകുന്ന പറഞ്ഞാണ്ടൊക്കെ പറിച്ചെടുത്തു. ഇത് അപ്പുറത്തെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ തൊടുവിലാണ് കേട്ടോ നമ്മളെ കിണർ. അപ്പോൾ വെറുതെ അങ്ങനെ അവിടെ പോയപ്പം കാണിച്ചതാണ്.
ഞങ്ങളത് പെര വേറെയും ബിൽഡിങ് വേറെയും സെപ്പറേറ്റ് തൊടുവിലാണ്. അപ്പോൾ ആ സ്ഥലത്താണ് കിണർ. നമ്മളെ പെരേക്കുള്ള കിണർ അവിടെയാണ്. അങ്ങനെ അപ്പോൾ 2 നാരങ്ങയും തന്നെ വലുതായി നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. അതും 2 പൊട്ടിച്ച് പോന്നു. മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വയ്യല്ലോ. അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയത്. അപ്പോൾ കാന്താരിയൊക്കെ നല്ലോണം ഉണ്ടായിക്കണം. അതൊക്കെ കാറ്റും മഴയൊക്കെ ആയിട്ട് ഒടിഞ്ഞ് വീണിക്കണം. അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. കണ്ട ഈ ബക്കറ്റിനൊരു 3/4 ബക്കറ്റ് റംബുട്ടാൻ കിട്ടിയിരിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോത്തിന് 9 മണി ആയിക്കണ്. 10 ആകുമ്പോൾ പത്തിരി കൊണ്ടുപോകാൻ വരും. അത് ചുട്ടിട്ട് ചൂടാറിയിട്ട് വേണം പാക്ക് ചെയ്യാൻ. അങ്ങനെ വേഗം ഓടി വന്നുങ്ങാണ്ട് അടുപ്പൊക്കെ കത്തിച്ച് പത്തിരിച്ചട്ടിയൊക്കെ വെച്ചുകൊടുത്ത് ഞാൻ ചുട്ടെടുക്കട്ടെ. അടുപ്പ് കത്തിച്ചാൽ എന്താ അറിയോ, 50 പത്തിരി ഉള്ളൂ, കുറച്ചുള്ളൂ. ഗ്യാസിൽ തന്നെ ചുട്ടാൽ മതി. ഇപ്പോൾ കത്തിച്ചെടുത്താൽ നമുക്ക് ചോറും അടുപ്പിൽ തന്നെ വെക്കാം. എല്ലാവർക്കും ചോറും വേണ്ടേ. പിന്നെ മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ, സ്കൂളൊന്നും ഇല്ലല്ലോ. അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിയാനായി. 2:30 നായി പൊടി വാട്ടി കുഴച്ച് ചുട്ടാൽ 50 പത്തിരി കണക്കാണ്. അങ്ങനെ പത്തിരിയൊക്കെ ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അങ്ങനെ ചൂടാറിയത് ഇങ്ങനെ പാക്ക് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്യണ്ടേ. ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല, ലൈക്കും കമൻറ്റും നിർബന്ധമായിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്കുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് നെക്കി കൊടുത്താൽ മതി. ചിലപ്പോൾ കഴിയുമ്പോഴത്തേന് നമ്മൾ പിന്നെ മറക്കും. ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയലുണ്ട്, ലൈക്കും കമൻറ്റും ചെയ്താലേ കാര്യമുള്ളൂ. അതുകൊണ്ടിട്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും. ഞാൻ അതൊക്കെ കഴിഞ്ഞ് ആദ്യം അതും കടയിൽ പോയി കണ്ട് അവിടെ നിന്ന് ഒരു ബ്രഷും കൊട്ട എടുത്ത് കണ്ട് അതിലൊരു 8 കാലിനെ പിടിച്ചിട്ടിരിക്കണം. അതും കൊണ്ട് നടക്കുകയാണ് 2 ആളും. ഫൈങ്ങാണ്, സ്പൈഡർമാനാണ് ഇറങ്ങാണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.